പലപ്പോഴും നമ്മൾ ഈ താഴെ വീണ് കിടക്കുന്ന ഇലകളും മരത്തിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങളുമൊക്കെ അവിടെ കിടന്ന് ദ്രവിക്കുമ്പോൾ അത് അതിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള പൂപ്പൽ വരുന്നതായിട്ട് കാണാം. അതിനൊരു ഇളം മഞ്ഞ നിറമോ വെളുത്ത നിറമോ ഒക്കെ കാണുന്ന തരത്തിലുള്ള പൂപ്പലുകളായിരിക്കും. ഇത് വാസ്തവത്തിൽ പലതും പൂപ്പലല്ല. പിന്നെ പൂപ്പൽ എന്ന് വിളിക്കുന്നെങ്കിലും ഇത് ഫംഗസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങളല്ല. ഇതിനെ പലപ്പോഴും സ്ലൈം മോൾഡ് എന്നുള്ള ഒരു പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ ഖനം പൂപ്പൽ, നാരങ്ങാ പൂപ്പൽ എന്നൊക്കെ ഇതിനെ വിളിക്കും. ഇത് ഒരു ആനിമലുമല്ല, സസ്യവുമല്ല, ഫംഗയുമല്ല എന്ന തരത്തിൽ വളരെ വിചിത്രമാർന്ന ഒരു ജീവിയാണ്. ഇതിന് നീങ്ങാൻ സാധിക്കും. പലപ്പോഴും ഇത് ഒരു പൂപ്പല് പോലെ ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ജീവിത ചക്രം എന്ന് പറയുന്നത്, ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഇത് ചില വിത്തുകളിൽ നിന്ന് മുളച്ചു വരുന്നു. സ്പോർസ് എന്ന് പറയുന്ന വിത്തുകളിൽ നിന്ന് ഇത് മുളച്ചു വന്നിട്ട് ഇത് സിംഗിൾ സെല്ലും സിംഗിൾ ന്യൂക്ലിയസുമുള്ള അമീബിയ പോലത്തെ ജീവികളായിട്ട് ഇത് ഈ അഴുകിയ വസ്തുക്കൾ, മരങ്ങൾ, അതുപോലെ ഇലകൾ, ഇതിൻ്റെ മുകളിലത് അതിൻ്റെ മുകളിലുള്ള ബാക്ടീരിയ മുതലായ ജീവികളെ അത് ഭക്ഷിച്ചുകൊണ്ടത് അതിൻ്റെ ജീവിതം ആരംഭിക്കുന്നു. അതിന് ഇത്തരത്തിലുള്ള ഭക്ഷണവും ജലവും ഒക്കെ കുറയുമ്പോൾ പല സെൽസുകൾ, കോശങ്ങൾ തമ്മിൽ, ഈ അമീബിയ പോലുള്ള സിംഗിൾ കോശങ്ങൾ അത് ഒന്നിച്ചിട്ട് ഒരു ഒറ്റ സെല്ലായിട്ട്, ഒറ്റ കോശമായിട്ട് മാറുന്നു. അതിൻ്റെ സെക്സ് എന്ന് പറയുന്നതും വളരെ വിചിത്രമാണ്. സെക്ഷുവൽ ഓർഗനൈസമാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് നടത്തുന്നെങ്കിലും ഇതിന് 2 സെക്സ് അല്ല, ഇതിന് 100 കണക്കിന് സെക്സുകളാണുള്ളത്. അപ്പോൾ കമ്പാറ്റബിൾ ആയിട്ടുള്ള സെക്സ് ഉള്ള 2 കോശങ്ങൾ ഒന്നിക്കുകയും അതൊരു ഏകകോശം ആവുകയും, ഒറ്റ കോശമാവുകയും, ആ കോശത്തിനുള്ളിൽ 2 ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി ആ ന്യൂക്ലിയസ് വീണ്ടും വിഭജിച്ച് 100 കണക്കിന്, ലക്ഷക്കണക്കിന് ന്യൂക്ലിയസ് ഉള്ള ഒറ്റ സെല്ലായിട്ട് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അത് പരിണമിക്കുകയാണ്. ഇത് വളരെ വിശാലമായിട്ട് ഈ ഒറ്റ കോശം വളരാൻ സാധിക്കും. ഏതാനും സ്ക്വയർ മീറ്റേഴ്സ് വ്യാപ്തിയുള്ള ഒറ്റ കോശമായിട്ട്, പലപ്പോഴും ഫിലമെന്റുകളായിട്ടും പല വിചിത്രമായിട്ടുള്ള ഷേപ്പിലും എല്ലാം നമുക്കിതിനെ കാണാം. എന്നിട്ട് ഇതിൻ്റെ ഭക്ഷണത്തിനുള്ള ലഭ്യത കുറയുമ്പോൾ, വെള്ളവും ന്യൂട്രീഷനും കുറയുമ്പോൾ ഇത് വീണ്ടും ഒരു കായ്ക്കുന്ന ഖനി പോലെ ആയിട്ട് അതിൽ നിന്ന് ഈ വിത്തുകൾ അല്ലെങ്കിൽ സ്പോർട്സിനെ അത് പുറത്തേക്ക് വിട്ട് പിന്നീട് അതിൻ്റെ അടുത്ത സൈക്കിൾസ്, അതിൻ്റെ അടുത്ത ലൈഫ് സൈക്കിൾ ആരംഭിക്കുന്നു. ഇങ്ങനെയാണ് സ്ലൈം മോൾഡിൻ്റെ ഒരു ജീവിതശൈലി. ഇതിനെ നമ്മുടെ ജീവശാസ്ത്രത്തിൽ ഏത് ശാഖയിലാണ് പെടുത്തേണ്ടത് എന്നുള്ളതിൻ്റെ വലിയ ആശാക്കുഴപ്പമുണ്ട്. അത് സസ്യമല്ല, അത് മൃഗമല്ല, അത് ഫംഗയുമല്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ ജീവജാലങ്ങൾ ഒരു പ്രത്യേക ശാഖ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പ്രോട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇതിനെ ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെ നമുക്ക് എവിടെയും പെടുത്താൻ പറ്റാത്ത മറ്റ് ഓർഗാനിസംസും ഈ പ്രോട്ടിസ്റ്റുകളുടെ ഉള്ളിൽ, പ്രോട്ടിസ്റ്റുകളുടെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 800-ൽ പരം സ്പീഷീസുകളാണ് ഈ പൂപ്പല്, സ്ലൈം പൂപ്പലുകൾക്കുള്ളത്. എന്നിരുന്നാലും അതൊരു 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തരംതിരിച്ച് അതിനെ പഠിക്കാൻ സാധിക്കും. അത്തരത്തിൽ പഠനത്തിന് വിധേയമായിട്ടുള്ള പല സ്പീഷീസുകളും പല ഗ്രൂപ്പുകളും ഉണ്ട്. ഇതിനെ പഠിക്കുന്നത് ഇതിന് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിലെ അതിൻ്റെ ഭക്ഷണത്തെ തേടാൻ സാധിക്കും. ഓരോ സ്ഥലത്ത് വച്ചിരിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും കുറഞ്ഞ ഒരു സഞ്ചാരം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു 4 സ്ഥലത്ത് ഒരു സാധനം ഡെലിവറി ചെയ്യുന്ന
ഒരു ഡെലിവറി സർവീസിന്റെ ഏറ്റവും കുറഞ്ഞ സഞ്ചാരം ഏത് പാതയിലൂടെ ആയിരിക്കണം എന്ന് നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3 പാതകൾ കിട്ടും. ഈ 4 സ്ഥലം എന്നുള്ളത് 8 സ്ഥലത്ത് ഡെലിവറി നടത്തണമെങ്കിൽ നമുക്ക് 2500-ൽ പരം ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ലെങ്ത് കുറഞ്ഞ പാത ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ സിമുലേഷനിലൂടെ നമുക്കത് ചെയ്യാം. ഈ 2500-ൽ പരം സാധ്യതകളെ വിലയിരുത്തിയിട്ട് അതിലൊന്നിനെ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് കാണിച്ചു തരും. അങ്ങനെയാണ് സാധാരണ ഈ ഡെലിവറി സർവീസസ്, അതുപോലെ തന്നെ മെട്രോ നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒപ്റ്റിമം നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ ഏകകോശങ്ങളായിട്ട് വളരെ വിപുലമായിട്ടുള്ള ഈ പ്രോട്ടിസ്റ്റുകൾ, ഈ പൂപ്പലുകൾ, അതിന് ഒരു ബ്രെയിനുമില്ല, അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള സെല്ല് മാത്രമേ ഉള്ളൂ. അതിന് കമ്പ്യൂട്ടേഴ്സിനേക്കാളും എഫിഷ്യൻ്റായിട്ട് ഈ കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ടോക്കിയോ നഗരത്തിൻ്റെയും അതിൻ്റെ സമീപ പ്രദേശത്തെയും റെയിൽ നെറ്റ്വർക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് ഈ പൂപ്പലുകളെ കൊണ്ട് ഒരു മോഡൽ ഉണ്ടാക്കി നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് വച്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ പൂപ്പലുകൾ നമുക്ക് കാട്ടിത്തരും. അതുകൊണ്ട് തന്നെ ഈ പൂപ്പലുകളെ ഇന്ന് കമ്പ്യൂട്ടർ ചിപ്പിന്റെ മാതൃകകളാക്കി മാറ്റുന്നുണ്ട്. കമ്പ്യൂട്ടർ ഗെയിംസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ പൂപ്പലിന്റെ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിയാണെങ്കിലും അതിന് മെമ്മറി അല്ലെങ്കിൽ ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് പ്രോബ്ലം സോൾവിങ്, കാര്യങ്ങളെ ഗ്രഹിച്ച് അതിന് ഉത്തരം നൽകാൻ സാധിക്കും. പഠനം, ലേണിംഗ് ആൻഡ് തിങ്കിങ്, ഇവൻ ചിന്തനം പോലും നടക്കുന്നുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഇത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. വെറും പൂപ്പലുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാളും ഭംഗിയായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതുപോലെ പല നെറ്റ്വർക്ക് അനാലിസിസുകളിൽ ഈ പൂപ്പലുകളുടെ മോഡൽസ് യൂസ് ചെയ്തിട്ട് ഇന്ന് ശാസ്ത്രജ്ഞര് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വിചിത്രം കോസ്മോളജിയിൽ, അസ്ട്രോണമിയിൽ പൂപ്പലുകളുടെ മോഡൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പൂപ്പലുകൾ ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് ഡിസൈൻ പ്രപഞ്ചത്തിന്റെ ഒരു കോസ്മിക് വെബ് എന്ന് പറയുന്ന ഗാലക്സികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാതൃക, കോസ്മിക് വെബ് എന്ന് പലയിടത്തും നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ സാധിക്കും. ഈ കോസ്മിക് വെബിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പൂപ്പലുകളുടെയും അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, കോസ്മിക് വെബ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ന്യൂറോണുകൾ ബന്ധിപ്പിക്കുന്ന ആ നെറ്റ്വർക്കുമായിട്ട് സാമ്യതയുണ്ട്. മറ്റ് ജൈവികമായിട്ടുള്ള പ്രക്രിയകൾ ഉറുമ്പുകളുടെ കോളനിയിൽ എങ്ങനെ സംഘടിക്കപ്പെടുന്നു എന്നുള്ളതിനുമായിട്ട് സാമ്യതയുണ്ട്. എന്നതുപോലെ തന്നെ പൂപ്പലുകൾ എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്ന ആ ഒരു നെറ്റ്വർക്ക് നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ളതിന് സാമ്യതയുണ്ട്. പൂപ്പലിന്റെ മോഡൽ വെച്ചിട്ട് കോസ്മിക് വെബിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് മറ്റ് കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പഠനം ഈ അടുത്ത കാലത്ത് വന്നത് കമ്പ്യൂട്ടർ മോഡൽസും ഈ സ്ലൈം മോൾഡിന്റെ മോഡലും വെച്ചിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ ശ്രമിച്ചു. കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു അൽഗോരിതം വച്ചിട്ടുണ്ടാക്കിയ മോഡലുകൾക്ക് വലിയ ഗാലക്സികൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഇതുവരെ അതിന് ഒരു ഉത്തരം നൽകാൻ സാധിക്കും. പക്ഷേ ഈ പൂപ്പലിന്റെ മോഡലിന് ഏറ്റവും വലുത് തൊട്ട് ഏറ്റവും ചെറുതായിട്ടുള്ള ഗാലക്സികൾ പോലും എങ്ങനെ വളരെ സങ്കീർണമായിട്ട് ഒരു കോസ്മിക് വെബ് നിർമ്മിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു മോഡൽ ഉണ്ടാക്കി തന്ന് അത് ശരിയായിട്ടുള്ള കോസ്മിക് വെബിന് സാമ്യതയുള്ള മോഡൽ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന മോഡൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ കാട്ടിത്തരുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ പൂപ്പലിന്റെ മോഡൽ വെച്ചിട്ട് ഈ കോസ്മിക് വെബിന്റെ ഫിലമെന്റ്സ് എവിടെയൊക്കെ ഉണ്ടാകാം
എന്നുള്ളതിനെക്കുറിച്ച് പരിവേഷണം നടത്താനും എക്സ്പ്ലോർ ചെയ്യാനും മറ്റും നമ്മളെ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇനി പൂപ്പലുകളെ കാണുമ്പോൾ അത് എന്തോ ഒരു തരം വളരെ എവല്യൂഷണറി പ്രാകൃതമായിട്ട് നിൽക്കുന്ന ഒരു ജീവിയല്ല. പ്രപഞ്ചത്തോളം വ്യാപ്തിയുള്ള സങ്കീർണതകൾ ഉൾപ്പെടുന്ന, ചിന്തിക്കാനും ഓർമ്മകളും നിലനിർത്താനും സാധിക്കുന്ന, ലേണിങ്ങിനും ഡിസിഷൻ മേക്കിനും സാധ്യതയുള്ള ഒരു സങ്കീർണ ജീവിയാണ് ഈ സ്ലൈം മോൾഡുകൾ അല്ലെങ്കിൽ പൂപ്പലുകൾ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പ്രകൃതിയിൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല പഠനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനെക്കുറിച്ച് പൂപ്പലുകളെ എങ്ങനെ നമ്മളുടെ ഇലക്ട്രോണിക് സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയിട്ടും പരിവർത്തനം ചെയ്യപ്പെടാം എന്നുള്ളതിന് സഹായകരമായിട്ടുള്ള കാര്യം ചെയ്യും എന്ന് നമുക്ക് കരുതാം. ഇന്ന് ChatGPTയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് സങ്കീർണമാവും തോറും നമുക്ക് ഒരു കാര്യം അത്യാവശ്യമായിട്ട് വരും: വളരെയധികം ഊർജം. ഒരു പഠനം പറയുന്നത് 2050 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി എനർജി എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എനർജിയുടെ 25% എന്ന് ഒരു പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ഊർജത്തിന്റെ ആവശ്യമുണ്ടാകും. അത്രയും ഊർജം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി മാറ്റിവെക്കാൻ ഉണ്ടാവില്ലായിരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഊർജം കുറഞ്ഞ രീതിയിൽ എങ്ങനെ കമ്പ്യൂട്ടേഷൻ സാധ്യമാകാം, എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ ഈ പൂപ്പലുകളുടെ മോഡലുകൾ അത് വളരെ ഒപ്റ്റിമൈസ്ഡ് ആണ്, വളരെ എഫിഷ്യൻ്റ് ആണ്. എനർജി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊർജം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് മാതൃകകൾ അല്ലെങ്കിൽ മോഡൽസ് ഉണ്ടാക്കി തരും എന്ന് നമുക്ക് കരുതാം.